അങ്ങനെ ഗൈസ് ഞങ്ങൾ തിരുവാലി എത്തിയിരിക്കുന്നു. ഇനി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ യാത്ര തുടങ്ങുകയാണ്. ഞങ്ങൾക്ക് നേരെ നമുക്ക് കാസർഗോഡിന് പോകണം. അപ്പോൾ അതിൻ്റെ കിടിലൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലെ പോലെ പോവാം. അങ്ങനെ ഞങ്ങൾ ഇടവണ്ണ അരീക്കോടിനല്ലേ, കാസർഗോഡിനെ വെച്ച് പിടിക്കുകയാണ് ഗൈസ്. തിരുവാലി പഞ്ചായത്താണ്. അങ്ങനെ ഞങ്ങള് ഇവിടുന്ന് ഇപ്പൊ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 213 കിലോമീറ്റർ നമുക്കുണ്ട്. 213 കിലോമീറ്റർ. 8 മണി 8:10 നമുക്ക് വീട്ടിലെത്തുള്ളൂ. 8 മണിയാവോ? 8:10 കിലോമീറ്റർ. സമയം 2:30. 5.25 മണിക്കൂർ വേണം. 3:30, 4:30, 5:30, 6:30, 7:30, 8:30. അത് കഴിയും. 9:30 ആവും, 10:30 ആവും. അതൊക്കെ നേരത്തെ എത്തും. നേരത്തെ മതി. ചവിട്ടി വിട്ടോ, കുറച്ച് സ്പീഡ് കൂട്ടാം. അങ്ങനെ പോയിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ റിലാക്സ് ആയി ഇങ്ങനെ പതുക്കെ ആ നേരം അവിടെ ചെന്ന് കണ്ടാണ്ട് കടന്നാണ്ട് പറയും കൂടെ നേരത്തെ എത്തി കഴിഞ്ഞാല്. അത് നേരത്തെ എത്തിയിട്ട് എളുപ്പം എല്ലാം കഴിച്ചിട്ട് കടന്നാണ്ട് ഉറങ്ങുക. നമുക്ക് നേരത്തെ എഴുന്നേക്കുകയും ചെയ്യാം. നാളെ വർക്കൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മളൊരു 40-50 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ പോകും. അതേ ഇത് അത്ര സ്പീഡിൽ ഈ വണ്ടി പോകും. മനസ്സിലായില്ലേ? അതിലേറെ സ്പീഡിൽ നമ്മളിത് അധികം ഓടിക്കലില്ല. എന്നാലോ താറോക്സ് എടുത്തിട്ട് എന്താ കാര്യം പറ. ബിസ്ക്കറ്റ് തിന്ന് പല്ലൊക്കെ കറുപ്പ് കളറായി. നല്ല കളർഫുൾ ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്നിങ്ങനെ നേരെ വെച്ച് പിടിക്കുന്നു. ഞങ്ങൾ വണ്ടൂർ ഒരു സ്ഥലം കൊടുക്കാനുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സ്ഥലമൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. മഴക്കാലാണ്. മഴ പെയ്തു, തുള്ളി 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 ആയിട്ട് വീഴുന്നുണ്ട്. കണ്ടോ? അങ്ങനെ ഇത് മഴയാണ് ഗൈസ്. മഴ കൊറേ നമ്മളിവിടെ വന്നിട്ട് അധികം പെയ്തിട്ടില്ല അല്ലേ? ഇവിടെ വന്നിട്ട് അങ്ങനെ മഴ ചെയ്തിട്ടില്ല. പോകുമ്പോ നമ്മള് വരുമ്പോ നാട്ടിൽ നിന്ന് പെയ്തു. പിന്നെ ഇപ്പൊ തിരിച്ചു പോകുമ്പോ നമ്മള് വന്നപ്പോ വെയിലും കൊണ്ടാ വന്നത്. ആശീർവദിച്ചു വിടുക. ഇങ്ങനെ പൂ എറിയണ പോലെ അല്ലേ? ഇവിടെ അടുത്ത് ഒരു കൊട്ടാരുണ്ട്. എവിടെ? ഇത് ഈ താഴത്തെയാണോ? ഇതാണോ ഇല്ലം? ഇല്ലം. 101 മുറികളുള്ളത്. അങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിന്റെ ഉള്ളിൽ ഇതുവരെ പോയിട്ടില്ല. 101 മുറികളുണ്ട്. പണ്ടത്തെ കുഞ്ഞു കുഞ്ഞു കുട്ടി റൂമുകൾ അല്ലേ? വലിയ വലിയ വീട്ട് റൂമുകളായിരിക്കും. പറയാൻ പറ്റില്ല, അറിവേ ഉള്ളൂ. കണ്ടിട്ടില്ല, പോയിട്ടറിവില്ല. റബ്ബർത്തോട്ടായിരുന്നു, മുറിച്ചു പോയിട്ടാ. പുതിയ തയ്യെല്ലാം വെച്ചിട്ടുണ്ടല്ലോ അപ്പുറം. പൈനാപ്പിൾ എല്ലാം അതിന്റെ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട്. പശു അനാഥമായി നടന്നു പോകുന്നു. എവിടേക്കാ രണ്ടാളും? ആരും ഇല്ലല്ലോ അപ്പം. അങ്ങനെ നമ്മള് ഇടവണ്ണ എത്തിട്ടോ. ഞാൻ ഈ സ്കൂളിന്റെ മുന്നിൽ ഇങ്ങനെ പിന്നെ സച്ചുവിനും ജിത്തുവിനും ഇവിടെ ഇങ്ങനെ കാത്തിക്കും. ഇതാണ് എന്റെ സ്കൂൾ കേട്ടോ, ഇടവണ്ണ. വലിയ ബഡാ സ്കൂളാ. ആ പൊണ്ണാണ് ഈ പൊണ്ണ്. അന്ത പക്കം ഉണ്ടായിരുന്ന പൊണ്ണാണ് ഇപ്പൊ ഇന്ത പക്കം ഉള്ളത് അല്ലേ? അങ്ങനെ ഇടവണ്ണ എത്തി നമ്മള്. മോനെ കണ്ടോ? ബ്രസീലിന്റെ കൊടി കണ്ടോ? എടവണ്ണ അങ്ങാടിയില് ഫ്ലക്സ് നോക്ക്, വലിയ ഫ്ലക്സ്. റൊണാൾഡോ അല്ല, റൊണാൾഡോ. എടവണ്ണ അങ്ങാടി കൂടെ എങ്ങനെ നടക്കുകയാണ് നമ്മള്. നടക്കുകയല്ല, പോവുക. എത്രങ്ങാനും വലിയ വലിയ കടകളൊക്കെ ആയില്ലേ ഇപ്പൊ? അന്ന് അധികം കടകളില്ല. അങ്ങനെ അധികം ഇല്ലേന്നോ? ആ ബിൽഡിംഗ് ഒക്കെ ഫുള്ള് കൊറേ ഒഴിഞ്ഞു കിടക്കുന്നു. നമ്മളിപ്പോ അവിടുന്ന് നേരെ വന്നെങ്കിൽ ഇവിടേക്ക് എത്തുക. വൈപ്പർ മാറ്റാനായി ഉണ്ടാവും. അത് പുതിയ ഇട്ടതാണ്.
ഒന്ന് അതിൻ്റെതാണ്, അന്ന് പുതിയതാണെന്നുള്ള അറിയിക്കാണ്. അതിന് അങ്ങോട്ട് പോയാ മഞ്ചേരിക്ക്. അങ്ങനെ നമുക്ക് അരീക്കോട് റോഡിന് കയറാം. ഇനി അരീക്കോട് മുക്കാം, അങ്ങനെ പോകാം. കോഴിക്കോട് വഴി പോകണോ? കോഴിക്കോട് വേണ്ട, മറ്റേ വലിയ റോഡിൽ കൂടെ, ഹൈവേ കൂടെ അങ്ങ് വരെ കിട്ടുമോ? അങ്ങ് വരെ കിട്ടുകയൊക്കെ ചെയ്യും. ചില സമയത്ത് എവിടെയെങ്കിലും ബ്ലോക്ക് കിട്ടിയ പണി പോളും. റോഡ് അടിപൊളിയായി. ബ്ലോക്ക് ഉണ്ടാവില്ലല്ലോ നമുക്ക് ഇതുവരെ വന്നിട്ട്. ലെഫ്റ്റ് സൈഡ് കയറിയൊക്കെ ഇങ്ങനെ പോകേണ്ടി വരും. അതിലെ പോലെ അങ്ങോട്ട് പോയിട്ട് ഇപ്പൊ തിരിച്ചുകൊണ്ട് വന്നതാ. എന്തിനാ അറിയോ? അവിടെ കമ്പ്രൂട്ടായി ഉണ്ട്, അത് വാങ്ങാൻ. ആ റോഡിന്റെ അപ്പുറത്താണ്ട് അവിടെ പോലെ ഒരു ബൈക്ക് വരുന്നുണ്ട്. എല്ലാം ഇങ്ങനെ പോട്ടെ. ചുട്ടോണ്ടിക്കണ്ടല്ലോ, ലൈവാണ് അല്ലേ? ഞാൻ മേടിച്ചു വരാം. പോയി മേടിച്ചോണ്ട് പോവാ. വടശ്ശേരി അപ്പൊ ഇനി മേടിച്ചിട്ട് കാണാം നമുക്ക്. കമ്പറമുട്ടായി ഒന്നെടുത്ത് കാണിക്ക്. ഇവനിത് മറ്റേ അനന്തശയനത്തില് പോയ കട, അങ്ങനെ കടന്നുറങ്ങണം. ജീവിതം വേണം. ഇത് നമ്മളെ സാധാ മറ്റേ ജിലേബി മാരിക്കണല്ലേ? ഇത് ശർക്കരക്കകത്തിട്ട് മുക്കിയെടുക്കാം. നല്ല ചൂടുണ്ട്, അന്നേരം ചുട്ടെടുക്കാണ്. നല്ല മധുരം, വാവാണ്. കിച്ചു തീർത്തോടാ, എടുക്കണ്ട, തീർത്തോ. ഞാൻ അധികം തിന്നൂല മധുരം, ഞാൻ അങ്ങനെ അധികം കഴിക്കൂല. മധുരം അങ്ങനെ വലിയ ഇഷ്ടമല്ല. കിലോയ്ക്ക് 150 റുപ്യ, 100 റുപ്യക്ക്. അതെ, ബിസ്ക്കറ്റ് നിന്ന് മടുത്തിരിക്ക. പുറത്തേക്ക് ഇറങ്ങിയപ്പോല്ലേ പെരും വെയില്. പോകാം. ഓ, ചാറ് കളിക്കണത് മൊത്തമാകുമോ? പെരും വെയില്. ഞാണ്ട് മഴക്കാറ് കയറുന്നുണ്ട് അവിടുന്ന്. റോഡ് തിരക്കൊന്നുമില്ലല്ലേ? ചറപറ വണ്ടികളൊന്നുമില്ല. മണ്ടേ സ്കൂളൊക്കെ വിടാനാവുന്നല്ലോ. നമുക്കേ ഏതേലും ഒരു ഹോസ്പിറ്റലിൽ കാരണം. പനിക്കുണ്ടോ? പറഞ്ഞത് പനിയല്ല, അങ്ങനെ അന്നലെ ആ ഗുളിക കുടിച്ചിട്ടാണ് തോന്നുന്നത്. ഭയങ്കര ക്ഷീണം. കാണിച്ചിട്ട് പോവാം. PHS ഇവിടെ അരീക്കോട് ഉണ്ടാവും. അരീക്കോട് എന്നാ പിന്നെ നമുക്ക് ചെമ്പകുത്തുനിന്ന് അവിടെ നിന്ന് കയറിയാൽ മതിയെന്നല്ലോ. ഉച്ചക്ക് ഉണ്ടാവില്ല. അടുത്തതിൽ പോയോക്കല്ലേ? പോണ പോക്കിൽ എവിടെയെങ്കിലും ഉണ്ടാവും. പോയി നോക്കാം, നോക്കാൻ പറ്റും. ഇതിലാണല്ലോ റോഡുകൾ കാണിക്കുന്നത്. ഇതില് പോയേക്കണം നമുക്ക്. നേരെയാ? ഇല്ല, അതിന്റെ അടുത്തോട്ട്. അപ്പൊ എവിടേക്ക് എത്തുക? മുക്കത്തുവോ? മുക്കത്ത് കൂടെ അല്ല പോണ കാണിക്കുന്നത്. കോഴിക്കോട് കൂടെയാ? കോഴിക്കോട് കൂടെയാ? ഇതിലെ പോയേക്കാം നമുക്ക്. ഇതിലെ നമ്മള് പോയിട്ടില്ല. എന്നാ ഇതില് പോയേക്കാം. എല്ലാ വഴിയുമാണല്ലോ ഒന്ന് പരീക്ഷിച്ചോക്കല്ലേ? പോയി നോക്കാം. എനിക്ക് കൊണ്ടോട്ടിയിലോട്ട് എത്തുന്ന വഴിയാ, രാമനാട്ടുകര. മഴ പിടിക്കുന്നുണ്ട്. മഴ പെയ്യട്ടെ. കുറച്ച് കഴിയുമ്പോഴത്തേനും പെയ്യും. ഇങ്ങനെ ഒരു ഇരുട്ട് ഇങ്ങനെ മൂടല് പോലെ ആയിണ്ട്. ഈ റൂട്ടിനെ ഇതുവരെ വന്നിട്ടില്ല. പൂക്കോട്ട് ചോല. നമ്മളെ ഗോകുല മാപ്പ് എന്ത് പറയുന്നു അതേമാതിരി നമ്മളോട് പോകാം അല്ലേ? ടേൺ റൈറ്റിലോട്ട് തിരിയാൻ. വേറെ ഏതെങ്കിലും റൂട്ടിലോട്ട് ചെന്ന് ചാടണായിരിക്കും. നല്ല റോഡാണ്. ചെറിയ റോഡാണല്ലോ. ചെറിയ റോഡൊന്നുമല്ല, കേരളത്തിലെ റോഡൊക്കെ എല്ലാം അടിപൊളി റോഡുകളുണ്ട്. നല്ല എവിടെ എത്തി എങ്ങനെ എത്തി എന്നൊന്നും അറിയില്ല. അങ്ങനെ പോവുകയാണ്. നല്ല നല്ല വീടുകളുണ്ട് അല്ലേ? കാണാൻ സ്റ്റൈലുള്ള വീടുകൾ, രസമുള്ള വീടുകൾ. ഇവിടെ ഇങ്ങോട്ട് ഇടത്തേക്ക് തിരിഞ്ഞു പോകണം. ഇതൊക്കെ ഏത് നാട്ടിൽ കൂടെ പോണത് നമ്മള് ഒന്നും അറിയില്ല. നമ്മളിനി കുറച്ചാണ്ട് കഴിയുമ്പോ ഏതെങ്കിലും ഒരു ടൗണിൽ കണ്ടെത്തും.
അപ്പൊ അറിയാം നമ്മള് ഞാൻ അതിൽ പോയ എവിടേക്ക് എത്തുക. ഇതിൽ ഞാൻ ആദ്യമായിട്ട് വരും കേട്ടോ. അവിടേക്ക് നല്ല രസമുണ്ടല്ലോ അല്ലേ? പല പല നാടുകൾ, പല പല ഏരിയകളിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചക്കൊക്കെ ആ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അങ്ങോട്ട് പോയി വീഡിയോ എത്തിണ്ട്. നല്ല മോഡല് വേറെ വേറെ മോഡല് വീടുകള് അടുപ്പിച്ച് ഇഷ്ടംപോലെ വീടുകളുണ്ടല്ലേ. മുണ്ടമ്പ്ര. നമ്മളെ കിച്ചു ഉറങ്ങിയോ? അവന് ഉറങ്ങി. എനിക്ക് ഇഷ്ടപ്പെട്ട വീടുകൾ. ഓ അതാണോ ഇഷ്ടം? എനിക്ക് അങ്ങനത്തെ വീടുകളാണ് ഇഷ്ടം. ഓടിട്ട വീട്, മച്ചക്കുള്ള വീട്. ഓടിട്ട വീടിനുള്ളില് രസമല്ല. ഇപ്പത്തെ പ്രശ്നം എന്താ വെച്ചാൽ കോടർമ വരും. മഴ തുടങ്ങാൻ നേരം കോടർമ വരും. റോഡുണ്ട് ജി, കിടലൻ റോഡല്ലേ? കിടോ കിക്കിടോ കുക്കിടോ അല്ലേ? ആൾക്കാർ കുറവാണല്ലോ. ആരുമില്ല. താറാണ്ടേ കിടക്കണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു വണ്ടി. എനിക്ക് താറ് വേണേ പറഞ്ഞ് കരയും ചേട്ടായി. എനിക്കൊരു താറ് മേടിക്കണം. സാധാ ഈ താറാണതോ റോക്സോ? നമുക്ക് റോക്സേ പറ്റുള്ളൂ അല്ലേ? കുറെ ആൾ ഉണ്ടാവുമ്പോ എല്ലാരും കൂടി ആവുമ്പോ വലുത് വേണ്ടേ? കാരിപ്പറമ്പ് നാടേതാന്ന് അറിയില്ല, ഏത് നാട്ടിൽ കൂടെ പോണെന്ന് അറിയില്ല. അങ്ങനെ പോയിക്കോ. നാടറിയില്ല, നാട്ടുകാരെ അറിയില്ല അല്ലേ? ഈ നാട്ടുകാരെ നമ്മളെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം നാട്ടുകാരെ. സർഗ നമ്മളെ പേരാണ്. സർഗ ഒരു ഡബ്ല്യൂ കൂടി വേണ്ടീനി. അതിന്റെ മുന്നിൽ പോയി കാണുന്ന നമ്മളെ പേരൊന്ന് കാട്ടി കൊടുക്കുന്നു അല്ലേ? പോലെ മുന്നില് കാണൂല. കാണണം. ക്രഷർ ഉണ്ടോ അടുത്ത്? എവിടുന്നോ ഒരു ടോറസ് അങ്ങനെ വലിഞ്ഞ് കേറി വരുന്നുണ്ട്. കാലുവണ്ടി തോന്നണ്. ഒന്നുമില്ല. വലിയ മതിൽ കിട്ടില്ലേ രണ്ട് സൈഡിലും. നമ്മളിപ്പോ എന്താണ് പൂങ്കുടി പാലം. നഷ്ടകളിയാ. ഇത് എവിടെയാണ്? എല്ലാരും പറയണ്ട അരീക്കോട് ഗ്രാമപഞ്ചായത്താണിത്. അരീക്കോട് പഞ്ചായത്ത് കഴിഞ്ഞു. നഷ്ടകളിയാ പതി. ചീക്കോട്. അങ്ങനെ നമ്മള് നല്ലൊരു വേറൊരു സ്ഥലം കണ്ടില്ല അല്ലേ? എല്ലാരും പറയും മറ്റേ ഗൂഗിൾ മാപ്പ് വെച്ച് പോയ വഴി തെറ്റിപ്പോവും, അതിൽ വേറെ എവിടെയെങ്കിലും ചെന്നെത്തുകന്നൊക്കെ. നമ്മൾ ഇത്രയും കാലമായിട്ട് വഴി തെറ്റിയില്ലല്ലോ. വഴി അങ്ങനെ തെറ്റിയിട്ടില്ല. പിന്നെ നമ്മള് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നിടത്തുള്ള മിസ്റ്റേക്കുകളാണ്. സ്പെല്ലിങ് മാറുന്നിടത്തൊക്കെ അല്ലേ? വാലില്ലാപ്പുഴ കൂടെയാണ് നമ്മളീ പോണത്. ഇപ്പൊ രസമുള്ള സ്ഥലം അല്ലേ? നല്ലൊരു സ്ഥലം. മരച്ചുവടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകാണ്. അർജന്റീന ഫാൻസ് ആണല്ലോ കൂടുതല്. എത്രങ്ങാനും വണ്ടികളാണോ പിടിച്ചിട്ടേക്കണതില്ലേ? പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് വണ്ടികളാണ്ടേ പറന്ന് പോണ്. ബൈക്കുകൾ ഇഷ്ടം പോലെയാണല്ലോ. എല്ലാരും റോഡിന്റെ നടുക്കെടുത്തിട്ടായി മീനൊക്കെ മേടിക്കുന്നത്. വലിയ ചോറയാണല്ലേ? അപ്പുറത്തൊരു വാഴത്തോട്ടായിരുന്നു. എല്ലാം അതിന്റെ സീസൺ കഴിഞ്ഞു. സംഭവം ഒരു വിറച്ചാ പോണത്. അത് ഈ വളവില് എല്ലാരും റോട്ടുമ്പോ കൂടെ അല്ലേ? എത്താ കാട്ടല്ലേ? കരിമ്പുലിയ അവിടെ പോണ അടുത്ത താറ് കരിമ്പുലി അല്ലേ? കരിമ്പുലി. ഇത് വെള്ളപ്പുലി. ഇത് മടുത്തെനിക്ക്. മടുത്തിട്ടില്ല. നമ്മളെ മുത്താണിത്, നമ്മളെ വണ്ടി.
അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇപ്പോൾ NH66 നമ്മള് NH കണ്ട് കയറി അല്ലേ. ടോളുണ്ട്, ടോളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ പോകഞ്ഞ്. കാറിന് എത്രയാണാവല്ലേ ഇതിന്? എത്ര അറിയില്ല. മൂന്നാമത്തത് നമ്മളെ വണ്ടി. പെട്ടെന്ന് പെട്ടെന്ന് പോകണ്ടല്ലോ. അതെ, നെക്സ്റ്റ് നമ്മുടെ ഉടമാണ്. അങ്ങനെ നമ്മളതും കഴിഞ്ഞ്. നമ്മളതിന് പിന്നെ വെയിറ്റിംഗ് ഒന്നുമില്ല. വെയിറ്റിംഗ് ഇല്ല. സെറ്റായില്ലേ ഇവിടെയൊക്കെ? ഫുള്ളല്ല സെറ്റായില്ലേ. വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ളതുണ്ട്. ഉമ്മായില്ലേ? ഉമ്മായി. ഇവിടെ ഇത് വേറെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നല്ലേ. അപ്പാർട്ട്മെന്റുകളും അപ്പാർട്ട്മെന്റിന്റെ ഒക്കെ ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല കാഴ്ച കണ്ടിങ്ങനെ നിൽക്കാല്ലേ. പാലാഴി കണ്ണൂർ 97 കിലോമീറ്റർ. വലിയ ഫ്ലാറ്റുകള്. ഫുള്ള് നല്ല സെറ്റപ്പായി. ഇന്നോവ ഫുള്ള് ചെളി പിടിച്ച് കണക്കാണല്ലോ. ഓ, ഏത് വണ്ടിന്റെ പോക? ലോറിന്റെ അല്ലേ? ആണ്ടെ മുന്നത്തെ ഒരു വണ്ടിന്റെ. ചവിട്ടി ചവിട്ടി മെല്ലെ മെല്ലെ പോണ്. അപ്പുറത്ത് കൂടെ കയറി കൂടെ. സ്പീഡ് ട്രാക്കാണ്. ഇതിലാണ് ഓവർടേക്ക് ചെയ്യണ്ടേ. മാളാണ് ഹൈലൈറ്റ് മാള്. അതിൽ നമ്മൾ പോയിണ്ടോ? അതിൽ നമ്മൾ പോയിട്ടില്ല. ഇല്ല. പോണോ? വേണ്ട, താഴത്തേക്ക് ഇറങ്ങേണ്ടി വരും. പിന്നെ പിന്നെ അതിനൊക്കെ നേരം പോകും, എത്താൻ വൈകും. കുറച്ച് വൈകും. അങ്ങനെ നമ്മൾ കോഴിക്കോടിന്റെ മനോഹാരിതയും കണ്ടിങ്ങനെ പോവുകയാണല്ലേ. മറ്റേ സാധാ റോഡിനെ പോണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ സംഭവങ്ങളൊന്നും കാണൂല. അങ്ങോട്ടൊക്കെ നോക്കി അവിടെയൊക്കെ ഏതാണ് വായിക്കാൻ കിട്ടുന്നില്ലല്ലേ, അക്ഷരം കണ്ട് കിട്ടുന്നില്ല. കുറച്ചുകൂടി വലിയതാക്കി വെക്കായിരുന്നു ബോർഡൊക്കെ. റോളെത്ര പിടിച്ചിട്ടുണ്ടാവില്ലേ? എന്താ അറിയില്ല. മെസ്സേജ് വന്നിട്ടുണ്ടോ? ആ മെസ്സേജ് ഇപ്പോഴൊന്നും വരില്ല. അത് കുറേ കഴിഞ്ഞിട്ടൊക്കെ വരും. ഇങ്ങനെ പോകാം. 100 120 ചെനത്തി വിടാല്ലേ. തിരക്കില്ലാതെ അങ്ങനെ പോകാം. നമ്മളെ കാസർഗോഡ് എത്താൻ അധികം സമയം വേണ്ടില്ല. റോഡ് സെറ്റായി 4 മണിക്കൂർ 33 മിനിറ്റ് കൊണ്ട് നമ്മള് കാണിക്കണ്ടോ? ബൈക്കൊക്കെ ഇങ്ങനെ ബൈക്കിന് അതിനകത്ത് ഇതില്ല, കയറാൻ പറ്റില്ലല്ലേ. ആ സൈഡില്ലേ, ആ സൈഡത്തെ ട്രാക്കിൽ അതിലെ കേറിയിട്ട് വേണം, അതില് വേണം ഇങ്ങോട്ട് കേറാന്. ചിലവരുന്നാളെ ഇവിടം വരെ വന്നിട്ട് വേണം കയറാന്. ചിലവരെന്താ വെച്ചാൽ ഒറ്റ കയറ ഈ നടുക്കോട്ട്, ഈ നടുക്കത്തെ. അപ്പൊ ബാക്കിൽ നിന്ന് വണ്ടി വരുന്ന കാണൂല.
നാളെ ഒരു ചിലർക്കൊന്നും അറിയില്ലോന്നുണ്ട്. നാളെ ഒരു തലമ്പുണ്ടാക്കിയുണ്ടല്ലേ, ഫോൺ അടിച്ചിട്ട് നോൺ അടിക്കാൻ പറ്റൂല. നേരെ ആ ട്രാക്കിൽ നിന്ന് നേരെ ഇങ്ങനെ തലക്കത്തെ ട്രാക്കിലോട്ടാ കയറി. വേറെ വണ്ടിയാണെങ്കിൽ തവിട് പൊടിയാവും. ചവിട്ടിയിട്ട് കിട്ടിയില്ലെങ്കിൽ പോകും. വലിയ വണ്ടികൾ അങ്ങനെ തലക്കേക്ക്. ലൈറ്റ് വെഹിക്കിൾ ഇവിടെ സെൻറ്റർ ഓവർടേക്ക് ചെയ്യുന്ന ട്രാക്ക് അത്. ഇവിടെ എല്ലാവർക്കും എല്ലാ ട്രാക്കിലും പോകും. അങ്ങനെ മഴ പെയ്യാൻ തുടങ്ങിയപ്പോ അങ്ങനെ തലക്കിലോട്ട് ഇത് പെരുമഴ പെയ്യോ? പെരുമഴ പെയ്യോന്ന് എന്നെ കൂടെ പോകുമ്പോ? മഴ പെയ്തോട്ടെ, നല്ല കുമ്മായിരിക്കും അല്ലേ? ഇനി അങ്ങോട്ട് മിക്കവാറും മഴയായിരിക്കും എന്നൊക്കെയാണ് തോന്നുന്നത്. വണ്ടികൾ കുറവാല്ലേ? വണ്ടികള് ഇങ്ങനെ വലിയ റോഡായിട്ടേ കുറെ വണ്ടിയിലായിട്ട് ഇങ്ങനെ ബാക്കിലാകെ ഒന്ന് വരുന്നുണ്ട്, ഒരു കാറ്. നമ്മൾ മാത്രം ഇങ്ങനെ പോകുക, നമ്മളെ മുന്നിലാരും മത്സരിക്കാനൊന്നുമില്ല. എല്ലാരും വേണ്ട അവിടെ എത്തിയപ്പോ വണ്ടി ബൈക്ക് നിർത്തി കോട്ടിരുന്ന് എല്ലാരും പേരും ഉറക്കാട്ടോ. നല്ല ഉറക്കാറുണ്ടാവും. പെരും മഴ. അവിടെ എഴുതി കാണിച്ചാണ്ട് എന്ത് വണ്ടി 61 കിലോമീറ്റർ സ്പീഡിലാ പോണെന്ന് അവിടെ എഴുതി കാണിച്ചോ? എന്നാ മഴയാടാവുകയെ. ഇതാണ് ഈ ബൈക്ക് ഇതിൽ കയറ്റി വിട്ടാനുള്ള പ്രശ്നം. എന്തൊക്കെ എല്ലാരും ഇവിടെ എവിടെ എവിടെയെല്ലാം കിടന്ന് നിർത്തും. നമ്മൾ കാണൂല എന്നാണ്ട് ചിലപ്പോ ചാമ്പും. സ്പീഡിൽ വരുന്ന വണ്ടിയൊക്കെ തട്ടൂലേ? നമുക്ക് വണ്ടി ബാക്കിലേ ഫുള്ള് ബെഡാണ് സെറ്റ് ചെയ്തല്ലോ. ബാക്കിലത്തെ റോയില്ലേ അവിടെ കിച്ചണിൽ കിടക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാം അല്ലേ? പ്ലൈവുഡ് അടിച്ചിട്ട് രണ്ടാൾക്കും ഓരോരുത്തർക്കും ഓരോ സീറ്റിൽ കടന്നു. പിന്നെ എടുത്ത് വെക്കാൻ പറ്റുമോ? പിന്നെ എടുത്തേക്കാം. ഗ്ലാസും തുറന്നിട്ട് പോകണം നമുക്ക്. ഭയങ്കര സൗണ്ട് ആയിരിക്കും. സൗണ്ട് ഉണ്ടാവും. ഒന്നും കാണാനില്ല. പ്രത്യേകിച്ച് കാഴ്ചയൊന്നും കാണാനില്ല. അങ്ങനെ പോകാം. ആണ്ട പോണ് ഉണ്ടോ പോണ്? പെരുമഴ പെരുമഴ. കാറ്റാണ് ഇങ്ങനെ കടലിൽ ചെന്നിക്കണ മാതിരിക്ക് അല്ലേ? ഭയങ്കര അലക്കണ സൗണ്ട്. പെരുമഴയോട് പെരുമഴ. അങ്ങ് വരെ മഴ ഉണ്ടാകുമല്ലോ ഇനി. കനത്ത മഴ അല്ലേ? നാളെ റെഡ് അലർട്ടാണ് കഴിഞ്ഞു. വെറുതെ പോകാ പാപ്പ. സ്കൂളിൽ ലീവ് ആണെങ്കിലേ അപ്പൊ ഒന്നും കാണുന്നില്ലല്ലോ. ഒന്നും കാണുന്നില്ല. ഒന്നുമേ കാണുന്നില്ല മക്കളെ. ഇന്നിപ്പോ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞ് റെഡ് അലർട്ടാണ്, സ്കൂളൊക്കെ അവധിയാന്ന് അറിയുമ്പോ നമുക്ക് പാടും. നമുക്ക് അവിടെ തന്നെ എന്താ മതി എന്ന് തോന്നുന്നല്ലേ? ഗ്രൂപ്പ് നോക്കിയോ? ഇല്ല. നോക്കിയ ഗ്രൂപ്പ് എല്ലാ അവധി ഉണ്ടോന്ന്. തിരിച്ചു പോകാലോ, അധികം ദൂരം എത്തിയിട്ടില്ലല്ലോ. ഇല്ല, നാളെ ഒരാളവിടെ സ്ഥലം കാണാൻ വരുന്നുണ്ട്. ടോളിന്റെ മെസ്സേജ് വന്നാണ്. എത്ര? വെറും 130 രൂപ. ഈ ഒരു പോക്ക് പോലെ പോകുന്നതിന് 130 ഉറുപ്പ്യ. സാധാരണ അത്ര നല്ലല്ലോ ആകല്. സാധാരണ 75 ഉറുപ്പ്യൊക്കെയാണ് ചില ടോളിലൊക്കെ. അപ്പൊ 130 ആകുമ്പോ ഇവിടുന്ന് ഇപ്പൊ എത്ര കിലോമീറ്റർ ആണ്? നമുക്ക് എത്ര കിലോമീറ്റർ ഇവിടുന്ന്? നമുക്കൊരു 200. അല്ല 200 ഇല്ല, 146. 146 2-3 ടോൾ, 2-3 ടോൾ കിട്ടും നമുക്ക്. 2 ടോളോ ഇപ്പൊ ഒന്ന് കഴിഞ്ഞില്ലേ? ഇനി ഒരു 60 കിലോമീറ്റർ ആകുമ്പോ ഇനി ഉണ്ടാവും. അടുത്ത 60. അപ്പൊ 130 × 3 ആകുമ്പോ 390 റുപ്യ.
$290 ടോള് കിട്ടും. അപ്പം നമുക്ക് ഇതിനകത്ത് മൈലേജ് ഇപ്പം 18.7 കാണിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് കൂടുതൽ കിട്ടും. ഒരു 20 കുറച്ചുകൂടി ഒന്ന് ഇതായി കഴിഞ്ഞാൽ റോഡൊന്ന് സെറ്റായി കഴിഞ്ഞാൽ ഇപ്പോൾ 20-22 ഇതിൽ കാണിക്കും. പിന്നെ നമുക്ക് മാഹി എന്നുള്ള എണ്ണ വില കുറവിൽ ഡീസൽ കിട്ടും. അപ്പുറം വഴി പോയാൽ നമുക്ക് ടോളൊന്നും കൊടുക്കണ്ട, $500 എടുക്കണ്ട. പക്ഷേ മൈലേജ് നമുക്കൊരു 15-16 ആ റേഞ്ചിലായിരിക്കും ഉണ്ടാകുക. ടോള് കുറച്ച് അധികമായി അല്ലേ? കുറച്ച് ഓവറായി. പക്ഷെ വേറെ കാര്യമുണ്ട്, ഡ്രൈവിങ്ങിന് സുഖമാണ്. ഇങ്ങോട്ട് വണ്ടികൾ വരുന്നില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചും ഇതാക്കിയും പോകേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നേരെ പോകാം, ഇങ്ങനെ ഇരുന്ന് പോയാൽ മതി. ഇങ്ങോട്ട് വണ്ടി വരികയല്ലോ, നേരെ അങ്ങോട്ടേ പോകുള്ളൂ. നല്ലൊരു ട്രാവലർ പോകണ്ടല്ലോ. കഴിഞ്ഞു ടോൾ കൊടുത്തതിന്റെ പുസ്തകം കഴിഞ്ഞല്ലേ? ഇല്ലേ, ഇവിടെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടില്ല. പൊളിച്ച് മറിച്ച് ഇളക്കി ഉഴുത് മറിച്ചിട്ടുണ്ട്. അഞ്ഞിപ്പോ അവിടുന്ന് സർവീസ് റോട്ടിക്കാണല്ലോ ഇറങ്ങണേ. തോന്നുന്നുണ്ട് അവിടെ അല്ലേ? തോന്നുന്നുണ്ടോ? സർവീസ് റോഡ് തന്നെ ആയിരിക്കും. സർവീസ് റോഡാണ്. ഇതിനാപാടെ $130 എടുത്ത് കൊടുത്ത് 130 ഓടിയില്ലപ്പോ. കഴിഞ്ഞ തവണ നമ്മളിതിൽ പോയപ്പോ ഞാനേ ഇവിടെ നോട്ട്ബുക്കുകളെല്ലാം ഈ പഴയ തീർക്കണ അവിടെ ഒരു കട ഉണ്ട്, പഴയ തീർക്കണ സാധനങ്ങൾ. കുപ്പികൾ അടുക്കി വെച്ചുണ്ട്. അതേപോലെ നനഞ്ഞ നോട്ട്ബുക്കൊക്കെ ഉണങ്ങാൻ വെയിലത്ത് ഫുള്ള് നൂർത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ടൊന്നുമില്ല, ഞാനത് കണ്ടു പറയാം. അവിടെ ആ സ്ഥലത്തേക്ക് ഓർമ്മ വന്നു. ഫുള്ള് ബ്ലോക്കാണ്. വടകര എത്തുമ്പോ ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും എന്നുള്ള പ്രശ്നം. ഫുള്ള് ബ്ലോക്ക്, റോഡ് ബ്ലോക്ക്. ഇവിടെ വർക്ക് ക്ലിയർ ആണില്ല. എന്താ പറയാ, ഒന്നൊരു ക്ലിയർ ആണില്ല അവിടെ. ഇത് ഫുള്ള് ബ്ലോക്ക് ആട്ടോ. എന്നിട്ട് ഇപ്പുറത്തെ ബാക്കിലൊരു വണ്ടി ഉണ്ട്, അയാൾ അങ്ങനെ ഓണടിക്കുന്നുണ്ട്. വണ്ടി മുന്നോട്ട് പോകണ്ടേ? അയാൾ ആദ്യമായിട്ട് ബ്ലോക്കിൽ പോകണ മാറ്റുന്നുണ്ട്. പുതിയ വണ്ടി കൊണ്ട് ആദ്യമായിട്ട് വരിക. തിക്കി ഞെരിക്കി പോണല്ലോ അവിടെ. എന്തല്ലേ വേറെ കാര്യം, അത് ഇലക്ട്രിക് വണ്ടിയാണ്. അതിന്റെ ചാർജ് ചിലപ്പോ തീരും. അങ്ങനെയുണ്ടോ അല്ലേ? വണ്ടി അവിടെ നിൽക്കും. പിന്നെ ഫോൺ വിളിച്ച് പോവാ. ഇവിടെ ആണെങ്കിൽ പണിയൊന്നും ഫുള്ള് തീർന്നിട്ടുമില്ല. നടുവിലാണ്ട് പോയി നിക്കണ്ടി വരും. ലാസ്റ്റ് കൊടുങ്ങും നമ്മള്. ഇവിടുന്ന് വണ്ടികൾ വരുന്നുണ്ടല്ലോ, അത് പണിക്കാരെ കൊണ്ടുപോകണം അല്ലേ? ബസ്സും വന്നു. അതിന്റെ മൂട്ട് കൊണ്ടുപോയ ഹോണടി. ഫോണോട് വെച്ചോളൂ. ഇന്നിപ്പോ 1 മണിക്കൂർ ഇങ്ങനെ പോയില്ലേ? അവിടെ എവിടെയും വരെ ഉണ്ടാവുള്ളായിരിക്കും. ബസ് മുന്നിൽ പോയാൽ പിന്നെ അതിന്റെ പുറകിന് നമ്മള് കുടുങ്ങും.
അവിടുന്ന് ബസ് വരുന്നുണ്ടല്ലോ. റോഡിലൊക്കെ ഫുള്ള് ചെളി. ഇവിടെയൊക്കെ ഫുള്ള് മറ്റേ ചെളി ഏരിയ. ആയിരിക്കും റോഡ് പണി ക്ലിയർ ആയിട്ട് നടക്കാത്തത്. ഇച്ചി താത്തന്നെ കണ്ടോണ്ട് അവിടെ. അതിലോട്ട് പോലെ പോകും. അവിടെ പോവുക തന്നെ. കിളി മാറി പോകണ ചങ്ങായി. ആലോചിച്ച് ഫോൺ വിളിച്ചു പോവാണ്. അവിടെ ഇത് കുഴിക്കണുണ്ടോ? ഇവിടുന്ന് ഇങ്ങനെ പോകുന്ന ബ്ലോക്ക് ഏകദേശം തീർന്നോ? തീരൂല, കുറച്ചേറുണ്ട്. In 200 meters, turn left. ആ മുന്നിൽ പോണ വണ്ടീൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സൊക്കെ പൊടിഞ്ഞിട്ടുണ്ടല്ലോ, പൊട്ടിയുണ്ട്. തേങ്ങ വല്ലതും വീണതായിരിക്കും. ഇത്ര ഹൈറ്റിൽ ഇനി റോഡ് ഇവിടെ പൊന്തി വരുന്നോണ്ട്. ആ അത്രയും ഹൈറ്റിൽ കഴിഞ്ഞ്. വട്ടക്കാരൻ അങ്ങോട്ട് കഴിഞ്ഞിട്ട് കിട്ടണം അല്ലേ? പിന്നെ നമുക്ക് വലിയൊരു പ്രശ്നം വരില്ല. Turn left. ലെഫ്റ്റ് കാണിക്കുന്നു. ലെഫ്റ്റ് പോയാലോ? ലെഫ്റ്റ് കൂടെ പോകാം. ഇതിലെ പോലെ അവിടെ ഫുള്ള് ബ്ലോക്കാ കാണിക്കുന്നത്. Continue for 3 kilometers. ഇവിടെ കുറെ അപ്പുറത്തെ എവിടെയോ ബ്ലോക്ക് കാണിക്കുന്നുണ്ട്. പോയോക്ക. ഫുള്ള് തിരക്കാണ് അല്ലേ? മൊത്തം തിരക്ക്. തലങ്ങും വിലങ്ങും വണ്ടികൾ ഇങ്ങനെ വരികയാണ്. ഇപ്പൊ വടകര കോടതിയുടെ അടുത്ത് നമ്മള് ലേശം ഗ്യാപ്പ് കിട്ടി ഇങ്ങോട്ട് വന്നത്. അപ്പൊ ആ ലോറി കൊണ്ട് വന്നു. അപ്പുറത്തും ബ്ലോക്ക്, ഇപ്പുറത്തും ബ്ലോക്ക്. കൊറേ നേരമായി ഇപ്പൊ ഇന്ന് ബ്ലോക്കിൽ ഇങ്ങനെ പോണ നമ്മള്. കുറച്ചൊന്നും ജീവൻ വെച്ചുല്ലേ? മാപ്പിൽ ഫുള്ള് റെഡ് കാണിക്കണ്ടാവൂലേ? എത്ര കിലോമീറ്റർ ഇഞ്ഞു ബ്ലോക്ക് ഉണ്ടാവോ? കുറച്ചും കൂടി ഉണ്ട്, കൊഞ്ചം ഭാഗം കൂടി. പണ്ടത്തെ ഒരു കെട്ടിടമുണ്ടേ, പൊളിഞ്ഞാടാനായ മാതിരിക്ക് നിക്കണേ. അടിപൊളി ബിൽഡിംഗ് അല്ലേ? പെട്ടെന്ന് പൊളിയില്ല. അടിയിലുണ്ടോ പഴയ മരുന്ന് ആയുർവേദ ഷോപ്പാണ്. നല്ല ഷർട്ടുകളുണ്ടല്ലോ. ആംബുലൻസ് വരുന്നുണ്ട് ഇവിടുന്ന്. ആ പുറകീന്ന് ഒരു മാർഗവും. ഗ്യാപ്പ് കിട്ടിയാലേ പോകാം. ഇങ്ങോട്ടാണോ? അപ്പം എന്നാ വേഗം മാറ്റി കൊടുക്കേണ്ടി വരും. ആ ഓട്ടോറിക്ഷ ഒപ്പം പോണ ഏതടാ വെട്ടവളിയ? ആംബുലൻസിന്റെ മുന്നിൽ കിടന്ന് സ്പീഡിലല്ലേ?
അവിടെ കേട്ടുണ്ടാവില്ല സൗണ്ട് ചിലപ്പോ. അതിന്റെ മുന്നിൽ വേറൊരു കാറ് വിലങ്ങനെ വന്നിട്ട് നിന്നാണ്ടോ? എല്ലാരും കണക്ക പേടിച്ച് പെട്ടെന്നാണ്ട് നിർത്തണതാവും ചെലപ്പേ. അതൊന്നും കാണൂല, വണ്ടി വരുന്നൊന്നും ശ്രദ്ധിക്കൂല. കിലോ ബസാറുണ്ടേ. ഇതാണ് ചൊറ. ഈ നിർത്തണ്ട, അത് കണ്ട സ്കൂട്ടി അങ്ങനെ നിക്കും. അങ്ങനെ നിർത്തുമ്പോഴാണ് ചൊറ വരും. അത് പെട്ടെന്നോട് വരും. ടയറിനായിരിക്കും ചിലപ്പോ പോയി കൊത്തുന്നത്. പേടിയാണ് ടൗണിൽ കൂടി എല്ലാം വാഹനം ഓടിച്ചു പോവാൻ. സമയം ഏകദേശം 5:45. 8:30 എത്തുന്നായിരുന്നു ആദ്യം. ഇപ്പൊ അരമണിക്കൂറൊക്കെ കൂടി. 9:30 ആവും മിക്കവാറും. 9:10. എന്താണ് ആ സംഭവം? റോഡ് കണ്ടില്ല നിങ്ങള്? നോക്കത്താ ദൂരത്തോളം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാണ് അങ്ങ് ദൂരെ വരെ. എന്താ സ്റ്റൈലല്ലേ? അടിപൊളിയല്ലേ? ഗുളിക വണ്ടി കണ്ട് പോണ്. ഇത് അങ്ങനത്തെ അല്ലല്ലേ? ഗുളികയല്ല, ഇത് വേറെ സൈസാ. തിരക്കില്ലാതെ ഇങ്ങനെ പോകാം. ചീറിപ്പാഞ്ഞ് 100, 120 ഇങ്ങനെ പോകാം. നമ്മളൊരു 70, 80 അത്ര സ്പീഡിലൊക്കെ നമ്മള് പോക്കോളൂ. ചവിട്ടിയാ കിട്ടണം. സൂര്യൻ അസ്തമിക്കാറായോ? നമ്മളെ കേരളത്തിൽ കൂടെ പോയി പോകണല്ലേ? തെങ്ങിൻ തോട്ടങ്ങളെ കണ്ടങ്ങള് താഴെ അങ്ങ്. അടിപൊളി റോഡ്, വൈബ് യാത്രയാണ്. ഇതുള്ളോ ചോറ്? ആ ചോറ് ഇതുള്ളൂ. ഒരു ട്രിപ്പ് നമ്മൾ ഉച്ചക്ക് തിന്നില്ലേ? അപ്പൊ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ നല്ല നാടൻ കോഴി കറി വെച്ചതും നെയ്ച്ചോറും. അതാണ് ഇന്നത്തെ. നമുക്കൊരു സ്റ്റൂളും കൂടി എടുത്ത ഉണ്ടായിരുന്നെങ്കിൽ പുറത്തിരുന്ന് തിന്നായിരുന്നില്ലേ? എൻ്റെ സ്റ്റൂളും മേടിക്കണമെങ്കിൽ. അപ്പം നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. NH-ന്റെ സൈഡിൽ ഇവിടെ സർവീസ് റോഡിന്റെ ഒരു ഇതുള്ളതാണല്ലേ? സർവീസ് റോഡ് ആകും. അതവിടെ ഫുള്ള് ഇതാകുമോ? റോഡാവും. അപ്പൊ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. എല്ലാം ആയിക്കൂടെ കയറി ഒന്ന് ഇവിടെ സൈഡാക്കി. എന്നാ ചോറിനല്ലേ? ചോറിന ഇവിടെ അമ്പലം ഉണ്ട്. 6:30 അതിനൊന്നുണ്ട് സമയം. 6:30, 7:00 അതിനൊന്നുമില്ല. അമ്പലം കണ്ടേന് നമുക്കേ. മറ്റേ സ്റ്റൂൾ ഉണ്ടെങ്കിൽ സുഖമായിരുന്നുല്ലേ? നല്ല സുഖമായിരുന്നു. ഇവിടെ എവിടെയെങ്കിലും സ്റ്റൂൾ ഇട്ടിരുന്ന് കഴിക്കുന്നു. ഇത് കണ്ടോ, ഇവിടെ റെയിൽവേ ട്രാക്കാണ്. ലച്ചോ, റെയിൽവേ ട്രാക്കാണ്. അവർക്ക് അവരെ നേരത്തെ കണ്ടു. എന്ത് റെയിൽവേ ട്രാക്ക്? തുടങ്ങല്ലേ? കഴിക്കല്ലേ? വിശക്കുണ്ടല്ലേ നിങ്ങൾക്ക്? വിശക്കുണ്ട്. കാഞ്ഞങ്ങാടിനവിടെ ബസ് പോണ്. അതിനും കയറി പോണം നമുക്ക്. അതിന് കയറി ഇനിയിപ്പോ എപ്പെത്തും? ഇവരവിടെ ഇളക്കി മറിക്കണ്ട്. നല്ല മമ്മി ഉണ്ടാക്കിയ നല്ല സൂപ്പർ നെയ്ച്ചോറ്. നാടൻ കോഴിയാണ് കേട്ടോ, സാധാ വാവുമായിട്ടുണ്ടാക്കിയ നാടൻ കോഴി. കഴിക്കാം, എല്ലാവർക്കും കൂടി ഒരു പ്ലേറ്റിൽ കഴിക്കാം അല്ലേ? എന്തൊക്കെ കഴിച്ചോ മോനെ, ഇങ്ങനെ ടാങ്കരപ്പെട്ടിരിക്കുന്ന നീ? വിശന്നിരിക്കാണ് അവര്. എന്നാ എടുക്കും, കഴിക്കാം. ഓക്കെ പോവല്ലോ, കഴിച്ചിട്ട് വേഗം പറഞ്ഞേ. പോണേ. ഓട്ടാൻ തരുമോ ചോദിച്ചോക്ക്. വണ്ടി ട്രിപ്പ് ഓട്ടാൻ തരുമോ ചോദിച്ചോക്ക്. ഇത്രക്ക് കമ്പാണ് അതിനോട്. താറെടുക്കണം നമുക്ക്. താറ് ഞാൻ ഡോർ അടയ്ക്കാം. റോഡിന്റെ സൈഡിലായിരുന്നു കഴിക്കണേ വിചാരിച്ചു. അതിനെന്താ? ഡോർ തുറന്ന് വെച്ചാ പോരെ? തുറന്നേക്കാം. എന്നാ കഴിക്കാം. ഇഷ്ടപ്പെട്ട വണ്ടി സ്കോർപിയോ അല്ലേ? ഓരോ വണ്ടിയും കാണുമ്പോ ഇങ്ങനെ ഓരോ ആഗ്രഹം പറയില്ലേ? നിനക്ക് ഏതൊക്കെ വണ്ടികൾ ഇഷ്ടാണെന്നൊക്കെ നീ പറയാ. സ്കോർപിയോ. ഇച്ചിരി കൊതിയും കൊമ്പനും പുറത്തോട്ട് പോട്ടല്ലേ? വേണ്ട, തുടങ്ങാം.
ആ കൊറേ എല്ലാവർക്കും കാറ്റ് കൊടുത്തൂല. ആരും എന്നെ കാണുന്നുണ്ടാവില്ല. പോവാല്ലേ? പോകാം. ചോറിന് കഴിഞ്ഞു. എന്നുവെച്ചോ മതിയോ? ടാറ്റ കൊടുക്ക ചേച്ചി, ഇനി ടാറ്റ കൊടുക്ക. ടാറ്റ കൊടുക്കാണ്. കൊറേ നേരായി ടാറ്റ കൊണ്ട് തന്നെ ടാറ്റന്ന്. തലങ്ങും വേലങ്ങും പോയില്ലേ? തലങ്ങും വിലങ്ങും ട്രെയിനും ആൾക്കാരും എല്ലാവരും സൈഡിൽ കൂടെ ബസ്സും. നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഓരോടൊക്കെ ഒന്ന് ഇങ്ങനെ കാണിച്ചാണ്. പോവാ പോകാം. പോടാ. ചോറുണ്ട് കഴിഞ്ഞു. ഓന്റെ ബിസ്ക്കറ്റിന്റെ കൂട് കാണാല്ലോ, അതാവും ഉണ്ടാതിരിക്കും. നിലത്തും ചാടി ഉണ്ടാവും. അത് കഴിഞ്ഞേ. എന്നാ പോവാം. പോകാം. ഇരുട്ടായി. നല്ലൊരു ഗോപുരമൊക്കെ കാണുന്നു. ഏതെങ്കിലും വീടിന്റെ ഗോപുരാണോ അല്ലേ? റെയിൽവേ ഗേറ്റാ. റെയിൽവേന്റെ റോഡിന് പോയോക്കാം നമുക്ക്. ഇതിൽ നമ്മള് ഇതിന് മുന്നേ ഒരിക്കൽ പോയിണ്ടോ? ഒരൊട്ട പോയിട്ടുണ്ട്. പോയിണ്ടോ? In 600 meters, slide right onto Palisade Road. അതിനൊക്കെ ബ്ലോക്ക് കാണിക്കുന്നു. എനിക്ക് ബ്ലോക്കുള്ളടത്തൂടെ പോകാൻ ഭയങ്കര ഗതിയാണ്. ചെങ്ങയൊക്കെ ലൈറ്റ് ഇത് അത് ഭയങ്കര വലിച്ചല്ലേ? അത് മാറി വേറെ ലൈറ്റ് കുത്തി കയറ്റി വെച്ചാണ്ട് കണ്ണിലോട്ട് അടിക്കേണ്ടത്. കണ്ണ് പൊളിയും ചില സമയത്ത്. വലിയ കുഴപ്പമില്ലാതെ തിരക്കില്ല. ഇപ്പൊ എല്ലാരും LED വിപ്ലവമാണ്. LED വിപ്ലവം. ബാക്കിയുള്ളവരെ കണ്ണാ പോണത്. വണ്ടി വേഗം തട്ടു. Slide right onto Palisade Road. പോലില്ല. എങ്ങോട്ടാണ് അയാളെ ഓടുന്നു വണ്ടീന്റെ ഇടയിൽ കൂടെ പോയി? അവിടുന്ന് വണ്ടി ഉണ്ടോ? ഇല്ല, പോട്ടെ. അത് തലശ്ശേരി പോണ റോഡാണ്. ആ റോഡിൽ നമ്മൾ ഇതുവരെ പോയിട്ടില്ല. തലശ്ശേരി In 600 meters, slide left onto National Highway 66. രാത്രി എന്ന് പറഞ്ഞാ രാത്രി കൂരിട്ടായില്ല ഇങ്ങനെ പോകണം നമ്മള് അല്ലേ? എവിടെ പോയി? താഴെ ചൊവ്വ കഴിഞ്ഞില്ലേ? 7:30. കല്യാൺ സിൽസ് ആണ്. ചെറ വണ്ടികൾ ഇഷ്ടമായിരിക്കും. വണ്ടികള് 5:30 പോണ ബസ്സാണ്. ഞമ്മക്ക് ഇനി അവിടെ എത്തണമെങ്കിൽ ഏകദേശം ഒരു 9:30 മണി 10 ആവുന്ന എന്തായാലും. അപ്പൊ നമ്മക്ക് ഇവിടെ വീഡിയോ ഇവിടെ വെച്ചിട്ടൊന്ന് നിർത്താലേ? ഞങ്ങളുടെ വണ്ടിയില് ഡാൻസ് ഒക്കെ കളിച്ച് പോകുന്നുണ്ട്. ഇപ്പൊ ഒരു ട്രാവലർ പോയല്ലേ. അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ വെച്ചോ അതിന്റെ ഒക്കെ എഴുതാലോ. നമ്മളെ കാണൂല. കാണുന്നുണ്ട്, കുറച്ച് കുഴപ്പമില്ലാതെ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അല്ലേ? ടാറ്റാ, ബൈ ബൈ. ബൈ ബൈ.